ഇന്ത്യൻ ജീവനക്കാരുള്ള MT മാരിവെക്സ് കപ്പലിനെ ആക്രമിച്ചത് അമേരിക്ക. നാവികോപരോധം മറികടന്ന് ഇറാൻ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങുന്നതോടെയാണ് ആക്രമണമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. കപ്പലിലെ 24 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിരുന്നു. അർജുൻ പീതാംബരൻ ചേരുകയാണ്. അർജുൻ, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥിരീകരണം വരികയാണ്. എന്താണ് അമേരിക്ക ഇതിൽ സ്വീകരിക്കുന്ന നിലപാട്? അസിത, ഈ കപ്പലിലെ ജീവനക്കാർ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവർ പുറപ്പെടുവിച്ച ഒരു ഓഡിയോ സംഭാഷണത്തിലൂടെയാണ് ഈ ആക്രമണം നടത്തിയത് അമേരിക്കയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളോ കാര്യങ്ങളോ കൂടുതലായി ഒന്നും തന്നെ വന്നിട്ടില്ല. ഒരു അമേരിക്കൻ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന FA-18 സൂപ്പർ ഹോണറ്റ് ജെറ്റിൽ നിന്നും പോർ വിമാനത്തിൽ നിന്നും തൊടുത്ത ഒരു മിസൈലാണ് ഈ പറയുന്ന കപ്പൽ MT മാരിവെക്സ് എന്ന പലാവ് പതാകയുള്ള ഇന്ത്യയിലെ ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ കപ്പലിൽ എഞ്ചിൻ റൂമിലേക്ക് പതിച്ചതും പിന്നീട് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും 24 ഇന്ത്യക്കാരും സുരക്ഷിതരാണ്. അവരെ ഈ മാരിടൈം സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഒമാൻ അധികൃതരും ചേർന്ന് ഇപ്പോൾ എന്തായാലും ഒമാൻ തീരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണത്തെ സംബന്ധിച്ച് അതിൻ്റെ പശ്ചാത്തലവും കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ അമേരിക്ക സ്ഥിരീകരിക്കുമെന്നുള്ള കാര്യം തന്നെ അറിയാൻ സാധിക്കുന്ന ഈ കപ്പൽ അത് ഒമാനിലേക്ക്, ഇന്ത്യയിലെ കർവാറിൽ നിന്നും ഒമാനിലേക്ക് പോവുകയായിരുന്നു. മാത്രമല്ല ഒമാൻ തീരത്ത് വെച്ച് അമേരിക്കയുടെ നാവിക ഉപരോധം മറികടന്നുകൊണ്ട് ഇറാന്റെ ഒരു തീരത്തേക്ക് നീങ്ങിയ സമയത്താണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നത്. ഇതിങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ കപ്പലിന്റെയോ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തും ഒരു മറുപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രകോപനവും ആക്രമണവും ഉണ്ടായത് എന്നുള്ള കാര്യം ഇതിനോടൊപ്പം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അസിത, ശരി. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകിയതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.